അപ്പോഴേ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഒരു ചക്കരിശ്ശേരി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച്. ചക്കപ്പണിയാകുമ്പോൾ രാവിലെ ഇരുന്നാലേ ശരിയാവത്തുള്ളല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ചക്കയും കൊണ്ടങ്ങ് ഇരുന്നു. ഇവിടെ ഇത്രയും ചക്ക ഉണ്ടായിട്ടും ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് എരിശ്ശേരി വെക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ചക്ക വേവിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ എരിശ്ശേരി, അവിയൽ അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തേങ്ങാ ചമ്മന്തി. ഇവിടെ പിള്ളേർക്ക് അപ്പത്തിനൂടെ തേങ്ങാ ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല. ഒന്നീ മുട്ടക്കറി അല്ലെങ്കിൽ കിഴങ്ങറി. മുട്ട ഇരിപ്പില്ലായിരുന്നു. പിന്നെ കിഴങ്ങറി ആണെങ്കിൽ എനിക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിയാൻ എനിക്കിന്ന് വയ്യായിരുന്നു, പനിയായിരുന്നുകൊണ്ട് ഞാൻ മെനക്കെട്ടില്ല. ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ അരിഞ്ഞു വെച്ച ചക്ക ഞാൻ കഴുകി വാരി കുക്കറിലൊക്കെ ഇട്ടോട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി ഇടണമായിരുന്നു. പക്ഷേ ഞാൻ ആ അരപ്പിൻ്റെ കൂടെയാണ് ഇട്ടത്. ചക്കയുടെ കൂടെ ഞാൻ മഞ്ഞൾ പൊടി ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഞാൻ വെന്ത ചക്കയിലൊക്കെ ഇട്ട് ഇളക്കി എടുത്തു കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തു. ഏത് എരിശ്ശേരി വെച്ചാലും തേങ്ങ വറുത്തിടണമെന്ന് എനിക്ക് നിർബന്ധം കേട്ടോ. അതിന് കടുക് വറുത്ത് കുറച്ച് വറ്റൽമുളക് ഇട്ട് കരിയാപ്പില ഇട്ടിട്ട് കുറേ തേങ്ങ വറുത്തിടണം. അതുകൊണ്ട് ഈ പരുവത്തിൽ മൂപ്പിച്ചെടുത്തിട്ട് എരിശ്ശേരിയിലോട്ട് തട്ടി നല്ല ഇളക്കി വെച്ചിട്ട് നല്ല അടച്ചു വെക്കണം കേട്ടോ. നല്ല രസമായിരിക്കും ഈ എരിശ്ശേരി. അപ്പം എരിശ്ശേരി കൂട്ടാനായിട്ട് ഒന്നുമില്ല പ്രത്യേകിച്ച്. എനിക്കാണെങ്കിൽ 2 ഉണക്കമീനും മുളക് ഉടച്ചതുമാണ് ഇതിൻ്റെ ഏറ്റവും കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഇന്നിവിടെ ഉണ്ടാക്കുന്നുണ്ട്. പച്ചമീൻ 2-3 എടുത്ത് ഞാൻ പോയി, പക്ഷേ കിട്ടിയില്ല. പിള്ളേർക്ക് ഉണക്കമീൻ താല്പര്യമില്ല. പക്ഷേ ലേറ്റായി പോയായിരുന്നു ഞാൻ മീൻ പോയപ്പോഴത്തേക്കിന്. അപ്പോൾ അതിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.